ഹായ് ഓൾ, നിഹ പ്രൊഡക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെറിയൊരു വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. നമ്മൾ സാറ്റിൻ മെറ്റീരിയലിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോയാലോ. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ നമ്മുടെ ഫ്രോക്കിൻ്റെ ക്ലാസ്സിലേക്ക് ജോയിൻ ആവാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ നമ്മൾ യോക്ക് പോർഷനൊക്കെ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി സ്കേർട്ട് പോർഷനിൽ നമ്മളിങ്ങനെ ചെറിയ രീതിക്ക് പ്ലീറ്റ്സൊക്കെ ഇട്ടിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സാറ്റിൻ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് വിധത്തിലുള്ള സാറ്റിൻ മെറ്റീരിയലുകൾ ഇന്ന് അവൈലബിൾ ആണ്. 60, അതുപോലെ തന്നെ 160, 190 എന്നൊക്കെ പറയുന്ന പ്രൈസിലൊക്കെ നമുക്ക് സാറ്റിൻ മെറ്റീരിയൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു 60ൻ്റെ സാറ്റിൻ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ 60 രൂപയുടെ സാറ്റിൻ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഭയങ്കര നൈസ് ആയിട്ടുള്ളൊരു സാറ്റിൻ മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ബിഗിനേഴ്സൊക്കെ ആവുന്ന സമയത്തേക്കും നമുക്ക് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും. അതായത് നമ്മുടെ കയ്യിലേക്ക് നമുക്ക് ഒതുങ്ങി കിട്ടൂല സാറ്റിൻ മെറ്റീരിയലിന്. അപ്പോൾ നമ്മൾ ബിഗിനേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ക്രേപ്പ് മെറ്റീരിയൽ യൂസ് ആക്കുന്നതാണ്. നമ്മൾ നോർമലായിട്ട് പഠിച്ചിട്ട് കുറച്ചിട്ടൊക്കെ ചെയ്യുന്ന ആ ഒരു ക്രേപ്പ് മെറ്റീരിയൽ ഉണ്ടല്ലോ, ഗ്ലേസിങ് ഇല്ല എന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ സാറ്റിനെക്കാട്ടിലും എന്തുകൊണ്ടും മുന്നിൽ നിൽക്കുന്നത് ക്രേപ്പ് തന്നെയാണ് കേട്ടോ. ക്രേപ്പിന് ഇത്തിരി ഷൈനിങ്, അതായത് കുറച്ച് ഗ്ലേസിങ് കൂടുതലുണ്ടെന്നുള്ളൊരു തിളക്കം നമുക്കിങ്ങനെ ഫീൽ ആവും, അത്രയേ ഉള്ളൂ. പിന്നെയെന്ന് പറയുമ്പോൾ നമ്മൾ സാറ്റിനുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നല്ല ഷോ ഉണ്ടാവും നമ്മളത് ലൈനിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ക്രേപ്പ് മെറ്റീരിയൽ തന്നെയാവും ഒന്നുകൂടെ ബെറ്റർ ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ കുറേ അങ്ങോട്ട് സ്റ്റിച്ചൊക്കെ ചെയ്ത് നമുക്കൊന്ന് എയിമായി എന്ന് തോന്നുമ്പോൾ നമുക്ക് സാറ്റിൻ മെറ്റീരിയൽ യൂസ് ആക്കാവുന്നതാണ്. ഇനിയിപ്പോൾ അതല്ല, നമുക്ക് സാറ്റിൻ മെറ്റീരിയൽ തന്നെ വേണം എന്നുണ്ടെങ്കിലും നമ്മൾ 160ൻ്റെ ഒക്കെ റേറ്റ് പലയിടങ്ങളിലും പല റേറ്റ് ആവുമേ. ഇപ്പോൾ ഇവിടെയൊക്കെയെന്ന് പറയുമ്പോൾ 160 to 190 വരുന്നൊരു സാറ്റിൻ മെറ്റീരിയൽ ഉണ്ട്. അത് അത്യാവശ്യം നല്ല രീതിയിൽ കട്ടി ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും നല്ല എളുപ്പമാണ്. നമ്മുടെ നൂലും കാര്യങ്ങളും അങ്ങനെ അഴിഞ്ഞു പോരിയ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഈ ഒരു 60ൻ്റെ സാറ്റിൻ മെറ്റീരിയലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനും ഇത്തിരി ബുദ്ധിമുട്ടാണ്, നമ്മുടെ കയ്യിൽ ഒതുങ്ങി കിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിങ്ങനെ കത്രിക ഇങ്ങനെ തട്ടി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഈ ഒരു ഏറ്റവും കുറഞ്ഞ സാറ്റിൻ മെറ്റീരിയലിൽ കേട്ടോ. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് കൂടിയ സാറ്റിൻ മെറ്റീരിയൽ വാങ്ങിക്കാവും ഒന്നുകൂടെ ബെറ്റർ ആവുക. അതുപോലെ തന്നെ നമ്മൾ ചില കസ്റ്റമേഴ്സ് ഉണ്ട്, ഈ കൊറിയൻ ഫാൻസി ഡ്രസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഫാൻസി ഡ്രസ്സുകൾ നമ്മൾ ഈ പിൻട്രസ്റ്റിൽ അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് വരും ഇതുപോലെ ചെയ്യുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ആ ഒരു സാറ്റിൻ മെറ്റീരിയലും നമ്മുടെ സാറ്റിൻ മെറ്റീരിയലും തമ്മിൽ നല്ല ഡിഫറൻറ്റ് ഉണ്ട് കേട്ടോ. അത് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള സാറ്റിൻ മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സാറ്റിൻ മെറ്റീരിയൽ വെച്ച് ചെയ്താൽ മാത്രമേ ആ ഒരു ലുക്കിലേക്ക് നമുക്ക് എന്തായാലും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലുക്കിൻ്റെ അടുത്തേക്ക് എത്തിക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു മെറ്റീരിയൽ തന്നെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതായത് അത്യാവശ്യം കട്ടിയുള്ള സാറ്റിൻ മെറ്റീരിയൽ തന്നെ യൂസ് ആക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. എന്നാലാണ് നമുക്ക് കസ്റ്റമർ പറഞ്ഞ ആ ഒരു ലുക്കിലേക്ക് തന്നെ എത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പക്ഷെ എല്ലാ കളറിലും ചിലപ്പോൾ ആ ഒരു തിക്നെസ്സോട് കൂടിയിട്ടുള്ള സാറ്റിൻ മെറ്റീരിയൽ നമുക്ക് കിട്ടിക്കൊള്ളണം എന്നതുമില്ല. അതുപോലെ തന്നെ സാറ്റിൻ മെറ്റീരിയലിനെ കുറിച്ചിട്ട് വേറൊരു കാര്യം കൂടി പറയട്ടെ. ഈ സാറ്റിൻ മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യുന്ന ആളുകൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ മെഷർമെൻറ്റ്സ് ഒക്കെ എടുക്കുകയാണ് എന്നുണ്ടെങ്കിലും നൂലുകൾ ഇങ്ങനെ അഴിഞ്ഞു പോരും. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും അതേപോലെ കട്ട് ചെയ്തതിന് ശേഷം ഒക്കെ നൂലുകൾ ഇങ്ങനെ അഴിഞ്ഞു വളരെ കൂടുതലുള്ളൊരു മെറ്റീരിയലാണ് സാറ്റിൻ മെറ്റീരിയൽ. ഈ 60ൻ്റെ സാറ്റിൻ മെറ്റീരിയലിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു നെറ്റ് ഫാബ്രിക് എന്ന് പറയുമ്പോൾ നമ്മൾ മീഷോ നിന്നിട്ടും മേടിച്ചിട്ടുള്ളതാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫാബ്രിക്കായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ ഉള്ള ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ തന്നെ ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മുടെ മീഷോ എന്നുള്ള മെറ്റീരിയൽ ചൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സാറ്റിൻ മെറ്റീരിയലിനുള്ളൊരു പ്രത്യേകത എന്താണെന്ന് അറിയാം. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ആ ഒരു സമയത്ത് നൂലുകൾ ഇങ്ങനെ സൈഡിലുള്ളത് അഴിഞ്ഞു പോരും. അപ്പം അങ്ങനെ അഴിഞ്ഞു പോരുന്ന സമയത്ത് ആ ഒരു നൂലുകൾ നമ്മുടെ മെഷീൻ്റെ ഉള്ളിലേക്കൊക്കെ കയറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ മെഷീൻ്റെ സൂചിയുടെ ഷാർപ്പ്നെസ് കുറവാണ് എന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ഈ സാറ്റിൻ മെറ്റീരിയൽ ഇങ്ങനെ നൂല് പിന്നെ അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യുന്നത് പോലെയൊക്കെ നമുക്ക് ഫീൽ ആവും. അതായത് നൂല് സാറ്റിൻ ഫാബ്രിക്കിൽ നിന്ന് നൂല് വലിഞ്ഞാൽ എങ്ങനെയുണ്ടാവും, അതുപോലെ ചുരുണ്ട് കൂടിയ രീതിയിൽ ഫാബ്രിക് വരാനൊക്കെ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ സാറ്റിൻ മെറ്റീരിയൽ വെച്ചിട്ടൊക്കെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൂചിയുടെ ഷാർപ്പ്നെസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിച്ചിട്ട് ചെയ്യാം കേട്ടോ.
നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ട് നമ്മൾ സാറ്റിൻ മെറ്റീരിയൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ നല്ല പണി കിട്ടുന്നതാണ്. അപ്പം അങ്ങനെ പണി കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ സാറ്റിൻ ആണ് നമ്മൾ ഈ ഒരു സ്കേർട്ട് പോർഷന് ലൈനിങ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല ഗ്ലേസിങ് ഉള്ള കുറച്ച് കുഴപ്പമില്ലാത്ത രീതിയിൽ, അതായത് നമ്മുടെ മീഷോൻ്റെ കൂടെയൊക്കെ നമുക്ക് 12 മീറ്റർ നെറ്റ് ഫാബ്രിക് 3 മീറ്റർ സാറ്റിൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതുപോലെ വാങ്ങിച്ചിട്ടുള്ളതാണ്. കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല ഫാബ്രിക്കൊക്കെ തന്നെയാണ്. ബട്ട് നൂല് നല്ല രീതിക്ക് അഴിഞ്ഞു പോരും കേട്ടോ. അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല രീതിക്ക് തന്നെ നൂലുകളൊക്കെ അഴിഞ്ഞു പോന്നിട്ടുണ്ടായിരുന്നു. ബട്ട് നമ്മൾ അതൊക്കെ കവർ ചെയ്തിട്ട് നല്ല രീതിയിലാണ് സ്റ്റിച്ചിങ്ങൊക്കെ മുന്നോട്ടേക്ക് പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ സാധാ നൂലിനെക്കാട്ടിലും കുറച്ചുകൂടെ നേരിയ തോതിലുള്ള ഒരു നൂലാണ് നമ്മുടെ സാറ്റിൻ ഫാബ്രിക്കിൻ്റെ നൂലെന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മുടെ സാധാ നൂല് അത്യാവശ്യം തിക്ക് ഉണ്ടാവും. ബട്ട് നമ്മൾ സാറ്റിൻ മെറ്റീരിയലിൻ്റെ നൂല് എന്ന് പറയുമ്പോൾ നല്ല രീതിക്ക് നേരിയ തോതിലുള്ള നൂലായിരിക്കും. അപ്പോൾ ആ നൂലും കാര്യങ്ങളും നമ്മൾ മെഷീനിൽ എവിടെയെങ്കിലും കുടുങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ചിങ് അവിടെ വെച്ച് സ്റ്റക്കായി പോകും കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് എനിക്ക് ആ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു നൂലുകളൊക്കെ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ചിങ് മാത്രമേ നമ്മൾ നോക്കുകയുള്ളൂ. നമ്മൾ ആ നൂല് എവിടെ ഇട്ടു എന്നുള്ളത് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോകും. ഇപ്പോൾ ഈ ഒരു പവർ മെഷീൻ ആകുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന അവിടെ കണ്ടോ ചെറിയൊരു ഗ്യാപ്പ്. അപ്പോൾ ആ ഗ്യാപ്പിലൂടെയൊക്കെ ആ ഒരു ചെറിയ നൂലിൻ്റെ കട്ട് പീസുകൾ ഇറങ്ങിപ്പോവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് പകുതിക്ക് വെച്ചിട്ട് സ്റ്റക്കായിട്ടുണ്ട്. അപ്പോൾ സ്റ്റക്കായ സമയത്തേക്ക് ഞാൻ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ഏത് പോർഷനിലാണ് നൂല് കിടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ നോർമലായിട്ടുള്ള നൂലാണ് എന്നുണ്ടെങ്കിൽ നമുക്കത് മാക്സിമം അറിയാൻ വേണ്ടിയിട്ട് പറ്റും. കുറച്ച് തിക്കായിട്ടുള്ള നൂലാണ്. ബട്ട് സാറ്റിൻ്റെ നൂല് നമുക്ക് ഒരിക്കലും അങ്ങനെ അറിയാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും നേരിയ തോതിലുള്ള നൂലാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതിൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അതായത് നൂലൊന്ന് അടർത്തി നോക്കിയാൽ മതി, അപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുമത്. അപ്പോൾ ഇവിടെ എവിടെയോ ആയിട്ടാണ് നൂല് കിടക്കുന്നത് എന്നുള്ളത് എനിക്കറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പോർഷനിലാണ് നമുക്ക് ഡാമേജ് വന്നിട്ടുള്ളത്. അപ്പോൾ എത്ര നോക്കിയിട്ടും നമുക്ക് ഈ ഒരു മെഷീൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മളിതിന് മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ പിന്നെ നമ്മൾ ഷോപ്പിലൊക്കെ കൊണ്ടതിന് ശേഷം അവർ നല്ല രീതിക്ക് ക്ലീൻ ചെയ്ത് എടുത്തതിന് ശേഷമാണ് നമുക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്ത് പറയുന്നത്, സാറ്റിൻ മെറ്റീരിയൽ യൂസ് ആക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് മാത്രമേ നിങ്ങൾ ചെയ്തെടുക്കാൻ പാടുള്ളൂ. നല്ല രീതിയിൽ കെയർഫുള്ളായിട്ട് മാത്രം സാറ്റിൻ മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്ന സാറ്റിൻ മെറ്റീരിയലിൻ്റെ നൂലുകൾ താഴേക്ക് തന്നെ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറ്റുന്ന സമയത്താണ് നമ്മൾ ആ ഒരു കാര്യങ്ങൾ പിന്നീട് ശ്രദ്ധിക്കുള്ളൂ. അതുവരെ നമ്മൾ നോർമലായിട്ട് എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ അങ്ങനെ ചെയ്തു പോവാണ് ചെയ്യുക അല്ലേ. അപ്പോൾ നിങ്ങൾ സാറ്റിൻ മെറ്റീരിയലിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ സാറ്റിൻ മെറ്റീരിയൽ നമ്മൾ ഫ്ലവറും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന സമയത്തും നൂലുകൾ എങ്ങനെ അഴിഞ്ഞു പോരാനുള്ള ചാൻസ്, നമ്മൾ ഉരുക്കിയെടുക്കുന്ന സമയത്ത് സോൾഡറിങ് ആണ് വെച്ചിട്ടൊക്കെ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഫാൾട്ടുകളൊക്കെ പറ്റാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് നമ്മൾ 2 ഫാബ്രിക് ഒരുമിച്ച് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സാറ്റിൻ മെറ്റീരിയലിൽ ഒരുവിധ കംപ്ലൈൻറ്റുകൾ നമുക്ക് തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഈ സോൾഡറിങ് ആണ് വെച്ചിട്ട് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ തന്നെ നമ്മുടെ ഫ്രോക്കിൻ്റെ ക്ലാസ്സിലേക്ക് ജോയിൻ ആവാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി.